എന്റെ പിന്നാലെ ചെമ്പേരിയുടെ മണ്ണിലൂടെ കടന്നു വരുന്നത് കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ സമിതിയുടെ നേതൃസംഗമത്തിന്റെ വലിയ വിശ്വാസ പ്രഘോഷണ ജാഥയാണ്. നിരവധി ആളുകളാണ് സമുദായ ശാക്തീകരണം മുറുകെ പിടിച്ചുകൊണ്ട് സമുദായത്തിന് വേണ്ടി ശബ്ദിക്കുവാൻ, കത്തോലിക്ക സഭയുടെ ചങ്കിടിപ്പായി മാറുവാൻ ഇന്ന് ചെമ്പേരിയുടെ മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഹൃദയം കൊയ്തു മുന്നേറാൻ സ്നേഹപ്പടവാളുണ്ടേ കയ്യിൽ, പരിപാലിക്കാൻ പങ്കുവയ്ക്കാൻ തിരുനാളം പോലെരിഞ്ഞു തീരാ. കേരള ക്രൈസ്തവ സമൂഹത്തിൽ മാറ്റത്തിൻ്റെ അലയടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തലശ്ശേരി അതിരൂപത തന്നെ 2025 സമുദായ ശാക്തീകരണ വർഷമായി പ്രഖ്യാപിക്കുമ്പോൾ ചെമ്പേരിയിൽ വെച്ച് ഇന്ന് നടക്കാൻ പോകുന്ന നേതൃസംഗമം മറ്റൊരു വഴിത്തിരിവിലേക്കാണ് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. നിരവധിയായ കാര്യങ്ങൾ പങ്കുവെച്ച് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ സമിതി ഇന്ന് മുൻപിലെത്തിയിരിക്കുകയാണ്. കത്തോലിക്ക കോൺഗ്രസിൻ്റെ തലശ്ശേരി അതിരൂപതയുടെ നേതൃസമ്മേളനം ഇവിടെ നടക്കുകയാണ് ചെമ്പേരിയിൽ വെച്ച്. വലിയ ഒരു നേതൃത്വത്തിൻ്റെ ഒന്നുചേരലാണിത്. തലശ്ശേരി രൂപതയിലെ എല്ലാ യൂണിറ്റുകളിൽ നിന്നും ഇടവകളിൽ നിന്നുമുള്ള ഭാരവാഹികൾ വന്നു ചേരുന്നു. കത്തോലിക്ക കോൺഗ്രസിൻ്റെ വരുംകാല പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും ചിന്തകളും ഒക്കെയാണ് ഈ സമ്മേളനത്തിൽ നടത്തപ്പെടുന്നത്. അഭിമന്യ പാമ്പ്ളാനി പിതാവാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ഗ്ലോബൽ സമിതിയുടെ ഭാരവാഹികളെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ വരും കാലഘട്ടങ്ങളിൽ സമുദായം നേരിടുന്ന നിരവധിയായിട്ടുള്ള പ്രതിസന്ധികളെ കത്തോലിക്ക കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് നേരിടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചെമ്പേരി സമ്മേളിക്കുക. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമുദായത്തിൻ്റെ വിഷയങ്ങളിൽ, കർഷകരുടെ വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കും. പ്രത്യേകിച്ച് വന്യമൃഗശല്യം ഉൾപ്പെടെ വന നിയമങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പലതരത്തിലുമുള്ള ഒരു അവഗണന കർഷകർ നേരിടുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സർക്കാരുകളുടെ ഭാഗത്തുനിന്ന്, രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന അവഗണനയിൽ കർഷകർ മനം മടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള പ്രതികരണത്തിന് ഒരുങ്ങുകയാണ്. വരും കാലഘട്ടങ്ങളിൽ കാർഷിക മേഖല പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സർക്കാർ തയ്യാറാകുന്നില്ലെങ്കിൽ, ഒപ്പം ന്യൂനപക്ഷ വിഷയങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ചില ഇരട്ടത്താപ്പുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയങ്ങളിലൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന സമീപനങ്ങളിൽ മാറ്റം വരുത്തുന്നില്ല എങ്കിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക്, പ്രതികരണങ്ങൾക്ക് കത്തോലിക്ക കോൺഗ്രസ് സന്നദ്ധമാണ്, തയ്യാറാകുകയാണ്. അതെല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകും. അതിനൊരു തുടക്കം ഇന്ന് ഇവിടെ ചെമ്പേരിയിൽ കുറിക്കുകയാണ്. വരും നാളുകളിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്താൻ കത്തോലിക്ക കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. മുൻപോട്ട് പോവുകയാണ്. ചെമ്പേരിൽ ആരംഭം കുറിക്കുകയാണ്. ഇന്നത്തെ നേതൃസംഗമത്തിലൂടെ എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ ഇവിടെ മലബാർ ഉടലെടുക്കുമോ? തീർച്ചയായിട്ടും. മലബാർ നമുക്കറിയാം കുടിയേറ്റക്കാരുടെ ഒരു മേഖലയാണ്. കുടിയേറ്റ മേഖല എന്നുള്ളത് കുടിയേറ്റ ജനത അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ പറഞ്ഞല്ലോ, നമ്മളുടെ വന്യമൃഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഒപ്പം റബ്ബർ ഉൾപ്പെടെയുള്ള നാണ്യവിളകൾക്ക് വിലയില്ലാതെ ജനം, കൃഷി ചെയ്യുന്ന ആളുകൾ കൃഷി ഉപേക്ഷിച്ച് ഒളിച്ചു പോകുന്നു, കഷ്ടപ്പെട്ട് പുറത്തേക്ക് പോകേണ്ട അവസ്ഥയിൽ വന്നിരിക്കുകയാണ്. അത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന അവസ്ഥയല്ല. സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാകാത്ത സംവിധാനങ്ങളെ എതിർക്കും. അതിനുള്ള തുടക്കം ചെമ്പേരിൽ കുറിക്കുകയാണ്. മലബാറിലെ കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ചും കഴിഞ്ഞ ദിവസം നടന്ന ബജറ്റിനെക്കുറിച്ചും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഇടയിൽ കത്തോലിക്ക കോൺഗ്രസ് ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും വ്യക്തമായി സംസാരിക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട ഗ്ലോബൽ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫിലിപ്പ് കവിയിലച്ചൻ. അച്ഛൻ്റെ വാക്കുകളിലേക്ക്. കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃസംഗമത്തിന് ഇവിടെ തുടക്കമാവുകയാണ്. അച്ഛാ, ഈ നേതൃസംഗമത്തിലൂടെ കത്തോലിക്ക കോൺഗ്രസ് മലബാറിലെ പുതിയൊരു ഉണർവ് മുന്നോട്ട് വയ്ക്കുകയാണോ? ഈ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ആദരണീയരായ നേതാക്കളാണ് എൻ്റെ കൂടെയുള്ളത്. കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പ്രൊഫസർ രാജീവ് കൊച്ചോർമ്പിൽ സാറും ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസു ടൊഴിയൽ സാർ അടക്കമുള്ള ഗ്ലോബൽ നേതാക്കളാണ് ഇപ്പോഴിവിടെ എൻ്റെ കൂടെയുള്ളത്. ഇന്ന് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഉണർവും ശക്തിയും കേരള സമൂഹം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊതുവിഷയങ്ങളിൽ സാധാരണക്കാരന് വേണ്ടിയും ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിട്ടും കത്തോലിക്ക കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ ഇടപെടുന്നത് ഇന്ന് പൊതുസമൂഹം അംഗീകരിച്ചു കഴിഞ്ഞു. വന്യജീവി പ്രശ്നങ്ങൾ വന്നപ്പോൾ ആ നിയമ ഭേദഗതിക്കെതിരെ വളരെ ശക്തമായ നിലപാടുകൾ എടുത്ത നേതാക്കന്മാരാണ് എൻ്റെ കൂടെ ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതിൻ്റെ ഫലമായിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനദ്രോഹപരമായ വ്യതിയാനങ്ങളെ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞത്
തന്നെ. അതുപോലെ ഇന്നലത്തെ ബഡ്ജറ്റ് എല്ലാവരും കണ്ടതാണ്. ഇന്ന് അതിനെക്കുറിച്ച് അഭിനന്ദ പാമ്പളാനി പിതാവും നമ്മുടെ നേതാക്കന്മാരും ശക്തമായ നിലപാടുകൾ അറിയിക്കുന്നതാണ്. സാധാരണ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന സർക്കാരുകൾക്ക് മുമ്പിൽ കത്തോലിക്ക കോൺഗ്രസ് ഇന്ന് വളരെ ശക്തമായ ഒരു പ്രതിരോധം സൃഷ്ടിക്കുവാൻ, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, അവർക്ക് വേണ്ടി ശബ്ദിക്കുവാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ അവരുടേതായ അജണ്ടകൾ ഉള്ളപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് നിഷ്പക്ഷമായിട്ട് ജനപക്ഷത്ത് നിന്ന് സംസാരിക്കാൻ സാധിക്കും. അതാണ് കത്തോലിക്ക കോൺഗ്രസിനെ പ്രസക്തമാക്കുന്നത്. അതുപോലെ കത്തോലിക്ക സമുദായം ഇന്ന് വളരെ ശക്തി ആർജിച്ചിരിക്കുകയാണ്, പഴയതുപോലെയല്ല. ഓരോ രൂപതയിലും വളരെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ബഹുമാനപ്പെട്ട ഗ്ലോബൽ പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ, രൂപതാ പ്രസിഡൻറ്റുമാരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ വളരെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസിനെ ഇനി പൊതുസമൂഹത്തിന് അവഗണിക്കാൻ സാധിക്കുകയില്ല. മാധ്യമരംഗത്തും പൊതുസമൂഹത്തിലും വരാൻ പോകുന്ന ഇലക്ഷനുകളിലും കത്തോലിക്ക കോൺഗ്രസിനെ മാറ്റി നിർത്തി ആർക്കും ഇവിടെ ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഉണർവിന് കാരണം വളരെ ചിട്ടയായ പ്രവർത്തനവും കൂട്ടായ്മയുമാണ്. കത്തോലിക്ക സമുദായത്തിലുള്ള ഓരോ അംഗത്തെയും ചേർത്ത് പിടിച്ച് അവരുടെ ആവശ്യങ്ങളിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് ഞങ്ങളുടെ നേതാക്കന്മാർ ഇടപെടുന്നതിന് ഒരു തുടക്കം കൂടിയാണ് ഇവിടെ. തലശ്ശേരി അതിരൂപതയിൽ ഈ മലബാർ ഭാഗത്തെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കുന്നതിനുള്ള ഒരു നേതൃയോഗം കൂടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. അഭിമന്യ മാർ ജോസഫ് പാമ്പളാനി പിതാവ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തും. തലശ്ശേരി അതിരൂപതയിലെ കണ്ണൂർ, കാസർഗോഡ് ഡിസ്ട്രിക്റ്റുകളായി പരന്നു കിടക്കുന്ന 210ഓളം യൂണിറ്റുകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇവിടെ സമ്മേളിക്കുകയാണ്. വളരെ നിർണായകമായ തീരുമാനങ്ങളെടുക്കാൻ, വളരെ കർശനമായ നടപടികളെടുക്കാൻ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ ഈ സമ്മേളനം ഇവിടെ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന് അറിയിക്കാൻ സന്തോഷമുണ്ട്. ഈ വരുന്ന ഇലക്ഷനുകളിൽ കത്തോലിക്ക കോൺഗ്രസ് എന്തെങ്കിലും സമ്മർദ്ദങ്ങൾ സർക്കാരിന് മുകളിൽ ചെലുത്താൻ സാധിക്കുമോ? തീർച്ചയായും കത്തോലിക്ക കോൺഗ്രസിന് നിർണായകമായ ഒരു ഇടപെടൽ നടത്തുവാൻ വരും തെരഞ്ഞെടുപ്പുകളിൽ സാധിക്കും. ബഹുമാനപ്പെട്ട പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ സാറ്, ഗ്ലോബൽ പ്രസിഡൻ്റ്, അതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കത്തോലിക്ക സമുദായത്തെ ആര് സഹായിക്കുന്നുവോ അവർ ഞങ്ങളെ തിരിച്ച് സഹായിക്കും. അതുപോലെ ഞങ്ങളുടെ സമുദായത്തെ അവഗണിക്കുന്നവരെ ഞങ്ങളും കൃത്യമായിട്ട് അവഗണിക്കുമെന്ന് ബഹുമാനപ്പെട്ട രാജീവ് സാറ് കഴിഞ്ഞ ഇടയ്ക്ക് രാഷ്ട്രീയ പ്രമേയത്തിലൂടെ പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുള്ളതാണ്. മാധ്യമങ്ങളത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ആ നയത്തിന് യാതൊരു വ്യത്യാസവുമില്ല. അതിന് കൂടുതൽ ശക്തിയോടെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. മാനവരക്തം തിളക്കട്ടെ.